ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ടും അവിടെ ഇപ്പോഴും പരിപാടി തുടരുകയാണോ? മാധവി, അപകടം നടന്നിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറോളം പിന്നിട്ടു. ഇങ്ങനൊരു അപകടം നടന്നപ്പോഴും ഈ പരിപാടി തുടരുകയാണ്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയാണ്. ആ പരിപാടി പൂർത്തിയായ ശേഷം സംഘാടകർ സംസാരിക്കുന്നതാണ് ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത്. അവർക്കുള്ള ആദരവടക്കമുള്ള പരിപാടികളാണ്. ഈ സമാപനത്തോടനുബന്ധിച്ച് സംസാരിച്ചപ്പോൾ പോലും ഇങ്ങനൊരു അപകടത്തെക്കുറിച്ച് ഇതിന്റെ സംഘാടകരോ പങ്കെടുത്തവരോ സംസാരിക്കുന്നത് പോലുമായി നമ്മൾ കേട്ടിട്ടില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത ദിവ്യ ഉണ്ണിക്ക് ഒരു പക്ഷേ ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകില്ല. അവർ ഈ സ്റ്റേജിലായിരുന്നില്ല, സ്റ്റേജിന് മുൻവശത്ത് നടന്ന ഗ്രൗണ്ടിലായിരുന്നു ഈ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സ്റ്റേജിലുണ്ടായിരുന്ന സംഘാടകരൊക്കെ ഈ സംഭവം നടന്നതിന് ദൃക്സാക്ഷികളാണ്. പക്ഷെ അവരൊന്നും ഈ സംഭവത്തെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഈ ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേജ് പറയുന്നുണ്ടല്ലോ റിയ. ശരി, ഒരുപാട് ആളുകളുടെ പ്രയത്നം, ആ ചടങ്ങ് നടക്കുന്നു, അതിനുശേഷം അതൊന്ന് വെട്ടിച്ചുരുക്കുക, അതിന്റെ ഒരു ഈ പറയുന്ന ആഘോഷം നടത്താതിരിക്കുക എന്ന് പറയുന്നൊന്നില്ലേ? ഇത് അതായത് കൺമുമ്പിൽ വെച്ച ഒരാൾ ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതിനെ കുറിച്ച് ആരും വേദിയിൽ വെച്ച് സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പരിപാടി പൂർത്തിയാക്കി ഇതിന്റെ ഗിന്നസ് റെക്കോർഡ് നേടിയതിന്റെ സന്തോഷത്തെക്കുറിച്ചൊക്കെ ആളുകൾ പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവം നടന്നത്, അതായത് ദൃശ്യങ്ങളിൽ ഇപ്പോൾ മാധുവിന് കാണാൻ കഴിയും, പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ സ്റ്റേജ് ഇത്രയും സ്റ്റേജിൽ ലൈറ്റ് വെച്ചിരിക്കുന്ന അതേ നിരയിലാണ് ആദ്യത്തെ നിര കസേര ക്രമീകരിച്ചിരുന്നത്. അവിടെ ഇരുന്നപ്പോഴാണ് ഉമാ തോമസ് MLA അവിടെ ഇരുന്ന് ആദ്യം കസേരയിൽ ഇരുന്നു. പിന്നീട് തൊട്ടപ്പുറത്തെ കസേരയിലേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് ബാലൻസ് തെറ്റുകയും ആ മുമ്പിലുണ്ടായിരുന്ന കൈവരിയിലേക്ക് റിബണിലേക്ക് പിടിക്കുകയും ചെയ്തു. ആ പിടിച്ചപ്പോഴാണ് ഈ റിബണിന്റെ സ്റ്റീലടക്കം സഹിതം ഉമാ തോമസ് MLA താഴേക്ക് പതിച്ചത്. ഇത്രയും ഉയരത്തിൽ നിന്ന് വീണു. ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് അവർ ബോധരഹിതയായി തലയ്ക്ക് പിന്നിൽ നിന്ന് രക്തം വാർന്ന നിലയിൽ എടുത്ത് ഓടുകയായിരുന്നു. ഇവിടെ തന്നെ ആംബുലൻസ് ഉണ്ടായിരുന്നു, ആംബുലൻസിൽ ഡോക്ടർമാരുണ്ടായിരുന്നു. റീനയിലേക്ക് അവരെ തൊട്ടടുത്തുള്ള ആശുപത്രി എന്ന രീതിയിൽ പലരായിട്ടും റീനയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് കെട്ടിയതിന്റെ അപാകത, അതിന്റെ സുരക്ഷാ ക്രമീകരണത്തിലെ വീഴ്ച, ഇതൊക്കെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണം എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ടും അതേ സ്റ്റേജിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത്. അവിടെയുള്ള മറ്റുള്ളവർക്കും ഇതുപോലെയുള്ള അപകടം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നിടത്ത് പിന്നീട് ഒരു ക്രമീകരണങ്ങളുമില്ല. ഇല്ല, അതായത് ഈ അപകടം നടന്നതിന് ശേഷവും യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഈ സ്റ്റേജിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ആളുകൾ പറഞ്ഞതനുസരിച്ച് ആദ്യം ഉണ്ടായിരുന്ന ഈ അപകടകരമായ രീതി ആ ഒരു നിര കസേര മാറ്റിയിട്ടാണ് പിന്നീട് ആളുകൾക്ക് ഇരിക്കാൻ ക്രമീകരണം ഒരുക്കിയത്. അതായത് ആ കസേരയിൽ നിന്ന് എണീറ്റു നിന്നാൽ ഒരാൾ കൂടി മുന്നോട്ട് വെച്ചാൽ താഴെ വീഴുന്ന തരത്തിലായിരുന്നു ആ ക്രമീകരണം ഏർപ്പെടുത്തിയത്. അവിടെ ഒരു തടസ്സം എന്ന രീതിയിൽ ആകെ ഉണ്ടായിരുന്നത് ഈ കാണുന്ന ഒരു റിബൺ മാത്രമാണ്. അങ്ങനെ ഉമാ തോമസ് MLA കസേരയിൽ നിന്ന് എണീറ്റ് ഈ റിബണിൽ പിടിച്ചപ്പോഴാണ് ഈ കമ്പി സഹിതം അവർ അത്രയും ഉയരത്തിൽ നിന്ന്